ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ലോറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ഡെക്കറാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത്ത് 20.5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 6.5 സെൻറ്റിമീറ്ററുമാണ്. ഈ 2 കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത്ത് 20.5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 9.8 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഈ 2 മാത്രം ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഈ ബ്രൗൺ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എണ്ണ വെച്ചിട്ടാണെങ്കിലും ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ഫുള്ളും ഒട്ടിച്ചെടുക്കാം. ഞാൻ 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. നമുക്ക് ഈ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈർക്കലി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കാർഡ്ബോർഡ് പീസിൽ കവർ ചെയ്യാൻ വേണ്ടി കളർ പേപ്പറോ എന്നതാണെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് പെയിൻറ് അടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എ4 ഷീറ്റ് ആണെങ്കിലും ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഈർക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 കാർഡ്ബോർഡ് പീസിൽ ഞാൻ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ നേരം ഉപയോഗിക്കുന്ന കമ്പിയാണിത്. ഈ കമ്പി സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ അടിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മണ്ടയിലും ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ മണ്ടയിലും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നല്ല ഈസിയാണ്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.